ഇന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതുമാണ്. ഞാൻ കുറച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി പിന്നെ മസാലാസ് എല്ലാം ഒരു ടിന്റെ അകത്താക്കി കുക്കർ പിന്നെ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 3-4 സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കണേ. പിന്നെ അതിലേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ബിരിയാണിക്ക് വേണ്ടി എപ്പോഴും ഇടുന്ന കുറെ മസാലകളില്ലേ, ആ സാധനങ്ങൾ ഇടുക കേട്ടോ. കറുവാപ്പട്ട അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇല്ലേ, അതെല്ലാം ഇതിലേക്ക് ബിരിയാണിയിൽ നമ്മൾ ഇടുന്ന ഒരു ഇലയില്ലേ, ബേ ലീഫ് എന്ന് പറഞ്ഞാൽ ആ ഇല കേട്ടോ ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ ഗരം മസാല, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ എല്ലാ മസാല ഇടുന്നുണ്ട്. ഞാൻ ഇവിടെ 1.5 ഗ്ലാസ് അരി ആട്ടോ എടുക്കുന്നത്. അപ്പൊ 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അത് ആദ്യം ഞാൻ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ ചിക്കൻ പീസ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 3-4 ചിക്കൻ പീസ് ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ നാരങ്ങ നീര് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ പകുതി ആട്ടോ എടുക്കുന്നത്. പിന്നെ തൈരും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണേ. പിന്നെ എന്റെ മുന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്റെ കുക്കർ പോയിരിക്കുന്ന കാര്യം. അതുകൊണ്ട് ഞാൻ അല്ലാതെ കേട്ടോ വെക്കുന്നത്. അരി ഒരു 10 മിനിറ്റ് ഞാൻ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ അരി എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. ചിക്കൻ കുറച്ച് നേരം വേവാൻ വെച്ചിട്ട് വേണം കേട്ടോ ഈ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാനേ. ഒന്നും നോക്കണ്ട, നല്ല രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണേ കുറച്ച് നേരം. 10 മിനിറ്റ് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബിരിയാണി റെഡിയായേ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സ്മെല്ലൊക്കെ അടിപൊളിയായിരുന്നേ. ഒരുപാട് അലങ്കാരം ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഒരു ബിരിയാണി കഴിക്കാൻ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം കേട്ടോ. അങ്ങനെ സാലഡിന്റെ കൂടെ ഞാൻ കഴിച്ചു നോക്കുവാണ്. ഇതിന്റെ കൂടെ പപ്പടവും അച്ചാറും കൂടി എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ പപ്പടം അച്ചാറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സാലഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റാ ബൈ.